ഒരേ ഒരു കൽപ്പന സ്നേഹമാണ്. ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് താനേ സംഭവിച്ചുകൊള്ളും. നമുക്ക് വഹിക്കാൻ കഴിയുന്ന നുഖങ്ങൾ മാത്രമേ ദൈവം നമ്മുടെ ചുമലിൽ ചേർത്ത് വെക്കാറുള്ളൂ. അഭിമുഖീകരിക്കാനാവാത്ത ഒരു സങ്കടത്തിലൂടെയോ അതിജീവിക്കാനാവാത്ത ഒരു പ്രലോഭനത്തിലൂടെയോ അവൻ നമ്മെ കൂട്ടിക്കൊണ്ട് പോകില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അത്തരം ഒരു തീർപ്പിലെത്താവുന്നതാണ്. ഏതൊരു നുഖത്തെയും മധുരമാക്കുന്നത് അതിൽ നിങ്ങൾ സന്നിവേശിപ്പിക്കുന്ന സ്നേഹത്തിന്റെ അളവ് കൊണ്ടാണ്. മിസ്റ്റർ ജോസഫ് വാസ് ഗോവയിലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടറായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് കോളേജ് എഡ്യൂക്കേഷന് ശേഷം സെമിനാരിയിൽ ചേർന്ന് 25-ാം വയസ്സിൽ പുരോഹിതനായി. പ്രൊട്ടസ്റ്റന്റുകാരായ ഡച്ചുകാർ പിടിച്ചടക്കുന്ന ഇടങ്ങളിലെ വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ചു. പല മിഷണറിമാരും പിൻവാങ്ങി തീക്ഷ്ണമായി പ്രവർത്തിക്കാൻ പക്ഷേ ജോസഫ് വാസ് തയ്യാറായി. ശ്രീലങ്കയിൽ വെച്ച് ചാരനെന്ന് സംശയിച്ച് 4 വർഷം തടവിലിട്ടപ്പോൾ പോലും വരൾച്ചയുടെ കാലത്ത് പൊതുമൈതാനത്ത് ദിവ്യബലി അർപ്പിച്ച് മഴ പെയ്യിച്ച് പലരെയും വിശ്വാസത്തിൽ പിടിച്ചു നിർത്തി. രോഗബാധിതനായി അന്ത്യമടുത്തപ്പോൾ തന്നെ തറയിൽ കിടത്താനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ശ്രീലങ്കയിലെ ഈ അപ്പസ്തോലനെ 2015-ലാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. സ്നേഹമായിരിക്കട്ടെ നമ്മുടെയും ജീവിതത്തിന്റെ പ്രേരക ശക്തി.